പരിശുദ്ധ ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. വൈവാഹിക ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്, വിവാഹത്തിൻ്റെ മഹത്വമെന്താണ്, പ്രാധാന്യമെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നാം വിശദമായി ഗ്രഹിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം നിങ്ങൾ അന്വേഷിക്കണം. വരനെക്കുറിച്ചും വധുവിനെക്കുറിച്ചും അവൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ചും അവൻ്റെ ദീനിയായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷമാണ് നിങ്ങൾ വിവാഹം കർമ്മത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ചടങ്ങുകളിലേക്കും പ്രവേശിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കാനായി പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമാണ്, ലാ യഖ്തുബു ബഅദുക്കും അലാ ഖിത്ബത്തി അഖീഹി. ഒരു സഹോദരൻ വിവാഹം അന്വേഷിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ, ആ വിവാഹാന്വേഷണം ഒരു തീരുമാനം ആകുന്നതുവരേക്കും നിങ്ങൾ മറ്റൊരാൾ ആ സ്ത്രീ വിവാഹം അന്വേഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് പിന്നീട് മനുഷ്യന്മാർ തമ്മിൽ, പ്രത്യേകിച്ചും വിശ്വാസികൾ തമ്മിലുള്ള മാനസികമായ ഒരുപാട് അകൽച്ചകൾക്ക് കാരണമാകും എന്നുള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ആ സ്ത്രീ വിവാഹം അന്വേഷിച്ച് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരാൾ കയറി ഇടപെടുന്നത് ശരിയല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കല്യാണത്തിന്റെ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അഅലിനു അന്നിക്കാഹ. നിങ്ങൾ വിവാഹത്തെ പരസ്യപ്പെടുത്തണം. സ്വാഭാവികമായിക്കൊണ്ടും ചില കർമ്മങ്ങളൊക്കെ, ചില ആരാധനകൾ പരിശുദ്ധ ഇസ്ലാമിൽ രഹസ്യമായിക്കൊണ്ട് ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ നിക്കാഹിനെ സംബന്ധിച്ചോത്തോളം, വിവാഹത്തെ സംബന്ധിച്ചോത്തോളം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അഅലിനു അന്നിക്കാഹ, നിങ്ങൾ നിക്കാഹ് പരസ്യമായിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. ആ പരസ്യമായി എന്ന് പറഞ്ഞാൽ 2 സാക്ഷികൾ മാത്രം മതി എന്ന അർത്ഥത്തിലല്ല. ആ 2 സാക്ഷികൾ, വിവാഹം സാധുവാകാൻ 2 സാക്ഷികൾ മതിയാകും. പക്ഷേ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിന്റെ ഉദ്ദേശം ഇവിടെ. നേരെ മറിച്ച് ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ അറിഞ്ഞ പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകാൻ പോകുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ ദമ്പതികളാണ് എന്ന വിവരം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന വിവരം ആ നാട്ടിലുള്ള ആളുകൾ കൂടി അറിയേണ്ടതുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഫുഖഹാക്കൾ അതിന് പറഞ്ഞ കാര്യം, കാരണം ഇവർ വിവാഹിതരാകണം എന്ന ആ കാര്യം അറിയാതിരുന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനുണ്ടാകാം. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, റുബ്ബമാ യകൂനു ഇൻദ അഹദിൻ ബിറളാഇൻ ബൈന അസ്സൗജി വസ്സൗജ. ഒരു പക്ഷേ ഇത് ഈ പരസ്യപ്പെടുത്താതിരുന്നാൽ ഒരു പക്ഷേ ഈ വിവാഹിതരാകുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ മുലകുടി ബന്ധത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധങ്ങളിലോ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അറിയുന്ന ആളുകൾ, കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ തന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ സഹോദരനെ പോലെ തന്നെയാണ്, വിവാഹബന്ധം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരസ്യപ്പെടുത്തുമ്പോൾ അവർ തമ്മിൽ അറിയുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടല്ലോ, അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ എന്ന ഒരു വിവരം ആളുകൾക്ക് കൈമാറും. എന്റെ വിഷയത്തിൽ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ അടുത്തൊരാൾ എന്നോട് സൂചിപ്പിച്ച ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അഥവാ ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇത് നടന്ന നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അയാൾക്ക് ഭാര്യ ഉള്ളതിനെ കുറിച്ച് ആ നാട്ടുകാർക്കോ അതിന്റെ കുടുംബക്കാർക്കോ ആർക്കും അറിയില്ല. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ 2 ഭാര്യമാരുടെ മക്കൾ തമ്മിൽ അറിയാതെ വിവാഹം ചെയ്യുകയാണ്. എത്ര വിവാഹങ്ങളൊക്കെ അന്വേഷിച്ചു. അവസാനം
കുറച്ച് ദൂരസ്ഥലത്തു നിന്നാണ് 2 വിവാഹങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായിക്കൊണ്ടും അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നീട് എങ്ങനെയാണ് ഈ വിവരം പുറത്തറിഞ്ഞു വെച്ചാൽ അവർക്കുണ്ടാകുന്ന ദമ്പതിമാർക്കൊക്കെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേകമായ അസുഖമുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അടുത്ത കുടുംബത്തിൽ നിന്നാണോ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു. സ്വാഭാവികമായിക്കൊണ്ട് അവർ പറഞ്ഞു, അങ്ങനെയല്ല കല്യാണം കഴിച്ചത്. പക്ഷെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരു ബാപ്പാന്റെ 2 മക്കളാണ് ഇവർ തമ്മിൽ. കാരണം ആ രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ഈ ആളുകൾക്കും അറിയില്ല, ഇത് തന്റെ സ്വന്തം പെങ്ങളാണെന്നും സ്വന്തം ആങ്ങളയാണെന്നും അറിയാതെയാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അന്വേഷിക്കണം. അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളോ അതുപോലെ തന്നെ രക്തബന്ധങ്ങളോ മുലകുടി ബന്ധങ്ങളോ അതുപോലെ തന്നെ മറ്റു ബന്ധങ്ങളോ ഉണ്ടോ എന്ന് ശരിക്കും അന്വേഷിക്കാനും ജനങ്ങൾക്ക് അതറിയാനും വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലിനു അൻ നിക്കാഹ, നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം. 2 സാക്ഷികൾ ഉണ്ടായാലും നിക്കാഹ് ശരിയാകും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ആ സമൂഹം അത് അറിയുകയും ഈ സമൂഹം അറിയുന്ന രൂപത്തിൽ അത് പിന്നെ ചെയ്യുകയും വേണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ വലിയ നിർബന്ധമാണ്. വലിയില്ലാതെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുതെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു മുശ്രിക്കിനെ കല്യാണം കഴിക്കരുത് എന്നല്ല അള്ളാഹുവിന്റെ പരാമർശം, നിങ്ങളൊരു മുശ്രിക്കിന് കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നതാണ്. ആരാണൊരു പെണ്ണിന്റെ വലിയ? പലപ്പോഴും സമൂഹത്തിൽ ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും വലിയല്ലാത്ത ആളുകൾ വലിയായിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെടുന്നതിലൂടെ അവർ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും ഒരു പെണ്ണ് യത്തീം കുട്ടിയാണെങ്കിൽ ആ പെണ്ണിനെ പോറ്റി വളർത്തിയത് പലപ്പോഴും ഉമ്മയുടെ പിതാവാണെന്ന് കൂട്ടുക. ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ വാപ്പ മരിച്ചു, ആ കുഞ്ഞിന്റെ വാപ്പ മരിച്ചു, സ്വാഭാവികമായിക്കൊണ്ട് ആ പെൺകുട്ടിയെ പോറ്റി വളർത്തിയത് ആ പെണ്ണിന്റെ ഉമ്മയുടെ വാപ്പയാണ്. നമ്മൾ സാധാരണയായിക്കൊണ്ട് കല്യാണം നിൽക്കുമ്പോൾ ആ വലിയ ആയിക്കൊണ്ട് നമ്മൾ നിശ്ചയിക്കാറുള്ളത് പെണ്ണിന്റെ വാപ്പയാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ ഉമ്മയുടെ പിതാവ് ഒരിക്കലും ഇസ്ലാമിൽ ആ പെണ്ണിന്റെ വലിയായി വരുന്നേയില്ല. നേരെ മറിച്ച് ആ പെണ്ണിന്റെ അസബക്കാരാരാണ്? അസബക്കാരെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് മരിച്ചാൽ ആ പെണ്ണിന്റെ സ്വത്തിന് അവകാശികളായി ആരൊക്കെ പുരുഷന്മാരിൽ നിന്നുണ്ടാകുമോ അവരാണ് യഥാർത്ഥത്തിൽ ആ പെണ്ണിന്റെ വലിയായി വരുന്നത്. ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. മഹാൻ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മുഗ്നിയിൽ പറയാം, അൽ വിലായത്തു അലാ തർത്തീബിൽ ഇർസി ബിത്തഅസ്സുബി, ഒരു മനുഷ്യരെ സംബന്ധിച്ച് അവിടെ അനന്തരാവകാശത്തിൽ അസബക്കാരായി വരും. അസബക്കാരെന്ന് പറഞ്ഞാൽ ശിഷ്ടോഹരി എടുക്കുന്ന ആളുകൾ എന്നർത്ഥം. അഥവാ സ്വത്തോഹരി വെച്ച് അതിന് ബാക്കിയുള്ള ശിഷ്ടോഹരി എടുക്കുന്ന ആൾക്കാർ അസബക്കാരെന്ന് പറയാം. അതാരൊക്കെയാണ്? അതൊന്ന് ഏറ്റവും പ്രധാനമായി കൊണ്ടുവന്ന് പിതാവാണ്. അഥവാ സ്വന്തം ബാപ്പ ഒരു പെണ്ണിന്റെ വലിയാണ്. ആ ബാപ്പയില്ലെങ്കിൽ ബാപ്പാന്റെ ബാപ്പ വലിയാണ്. അതുപോലെ തന്നെ മകൻ വലിയാണ്, ആ മകന്റെ മകൻ എത്ര പോയാലും വലിയാണ്. അതുപോലെ തന്നെ സ്വന്തം സഹോദരൻ എന്ന് പറയുമ്പോൾ 2 തരം സഹോദരന്മാരുണ്ട്. ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനുണ്ട്, ഉമ്മ മാത്രമൊത്ത സഹോദരനുണ്ട്. ഉമ്മ മാത്രമൊത്ത സഹോദരൻ ഒരിക്കലും ആ പെണ്ണിന്റെ വലിയല്ല. ഉമ്മ മാത്രമൊത്ത സഹോദരന് ആ തന്റെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വിലായത്ത് ഇല്ല എന്നാണ് ഫുഖഹാക്കൾ ഏകകണ്ഠമായി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവിടെ മാതാവും പിതാവും ഒത്ത സഹോദരനോ അല്ലെങ്കിൽ പിതാവൊത്ത സഹോദരനോ ആണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വലിയുള്ളൂ. അതുപോലെ തന്നെ തന്റെ പിതാവിന്റെ സഹോദരന്മാർ അഥവാ പിതൃവ്യന്മാർ, എളാപ്പയോ മൂത്താപ്പയോ അവർക്കൊക്കെ, അതല്ലെങ്കിൽ എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മക്കൾക്ക് പിതൃവ്യ പുത്രന്മാർ, ഇവരൊക്കെയാണ് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന്റെ വലിയായി വരേണ്ടത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പെണ്ണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് യത്തീം കുട്ടിയാണ്, ആ പെണ്ണിനെ വളർത്തിയത് ഒരു പക്ഷേ ഉമ്മയുടെ ബാപ്പയായിരിക്കാം. പക്ഷെ ഉമ്മയുടെ ബാപ്പ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയല്ല. ഈ പിതാക്കന്മാരിലൂടെയോ അതല്ലെങ്കിൽ ആ പിതാവിന്റെ സഹോദരന്മാരിലൂടെയോ അല്ലെങ്കിൽ മക്കളിലൂടെയോ ആണ് യഥാർത്ഥത്തിൽ ഇത് പോകുന്നത്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയല്ലാത്ത ആളുകൾ, ഒന്ന് അമ്മാവൻ വലിയല്ല, ഉമ്മയുടെ ആങ്ങള, സാധാരണ ഒരു പക്ഷേ ആ കുട്ടിയെ പോറ്റി വളർത്തിയതും അതുപോലെ തന്നെ ആ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുന്നതൊക്കെ ആ അമ്മാവനായിരിക്കാം. പക്ഷെ ഇസ്ലാമിൽ അവർ വലിയായി നിൽക്കാൻ അർഹതയില്ല. അതുപോലെ തന്നെ ഉമ്മയുടെ പിതൃവ്യന്മാർ, ഉമ്മയുടെ എളാപ്പ മൂത്താപ്പ മക്കള്, പാപ്പാൻ്റെതാണെങ്കിൽ പറ്റും, ഉമ്മാൻ്റെതാണെങ്കിൽ പറ്റുകയില്ല. ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്.
ഒരു യഥാർത്ഥ വലിയല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തത് എങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ നിക്കാഹ് ഫാസിദാണ്, ആ നിക്കാഹ് ശരിയാവുകയില്ല എന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒരു യഥാർത്ഥ വലിയല്ല പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തതെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്, അത് ശരിയാവുകയില്ല എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, ഈ പറയുന്ന ഈ കാര്യങ്ങൾ അഥവാ സ്വന്തം മാതാവിന്റെ പിതാവാണെങ്കിൽ അവർക്ക് ഒരാൾ പിന്നെ വിലായത്ത് കൈമാറുകയാണെങ്കിൽ, വിലായത്ത് കൈമാറുക എന്ന് പറഞ്ഞാൽ അയാൾ വലിയായിക്കൊണ്ട് മറ്റാൾ നിശ്ചയിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നിശ്ചയിക്കേണ്ട ആളാരാണ്? ഈ കൃത്യമായിക്കൊണ്ട് വലിയ നിശ്ചയിച്ചു കൊടുക്കണം, ഇന്ന ആൾ നിക്കാഹ് ചെയ്ത് കൊടുത്തോട്ടെ. കാരണം അയാൾ സ്ഥലത്തില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അയാൾ സ്ഥലത്തില്ലെങ്കിലാണ് അത് പിന്നെ മറ്റൊരാൾക്ക് സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാം. ഇനി ഈ പറയപ്പെട്ട വലിയ തന്നെ അതിന് ചില നിബന്ധനകൾ, അയാൾക്ക് പ്രായപൂർത്തിയാകണം. ഒരു പ്രായപൂർത്തിയാകാത്തപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആങ്ങളുണ്ട്, പ്രായപൂർത്തിയാക്കാത്തൊരു ആങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രായപൂർത്തി അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമുള്ള ഒരു എളാപ്പയും ഉണ്ടെന്ന് കൂട്ടുക, അത് വാപ്പാന്റെ സഹോദരനുണ്ടെങ്കിൽ അവിടെ ആ ആങ്ങളെക്കാളും അല്ലെങ്കിൽ ആ സ്വന്തം മക്കളെക്കാളും അവിടെ വിലായത്തിന് അർഹതയുള്ളത് പ്രായം കൂടിയ പ്രായപൂർത്തിയായ ആളുകളാണ്. അതുപോലെ തന്നെ ബുദ്ധിയുള്ളവരായിരിക്കണം, ആക്കിലായിരിക്കണം, മുസ്ലിം ആയിരിക്കണം എന്ന ഷർത്ത് കൂടി ഇവിടെയുണ്ട്. കാരണം മുസ്ലിം ആയിരിക്കണം ഷർത്ത് പറയാൻ കാരണം ഒരു പക്ഷേ ആ പെണ്ണ് ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് റിവേർട്ടായ പെണ്ണായിരിക്കാം, ആ പെണ്ണിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടാകാം, ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു മുസ്ലിം ആയിരിക്കും. പക്ഷേ ആ ഹിന്ദുവായ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ മുസ്ലിം അല്ലാത്ത ആ അച്ഛൻ ഒരിക്കലും ഈ പെണ്ണിനൊരു മുസ്ലിമായ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടുത്തെ ഖാദിയാണ്, ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടുത്തെ ഖാദിയോ ജഡ്ജിയോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ നമ്മുടെ നാട്ടിന്റെ ഭരണാധികാരി ആയിക്കൊണ്ട് ഇസ്ലാമിലെ ഖാദിമാരുണ്ടാവും, അതുപോലെ തന്നെ നാട്ടിലെ മഹലിലുള്ള ആളുകളുണ്ടാവും, അവരൊക്കെയാണ് ആ പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുക്കേണ്ടത് എന്നാണ്. ഈ വലിയില്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കല്യാണം ശരിയല്ല. ഒരു വലിയന്റെ സമ്മതത്തോടു കൂടിയല്ലാതെ ഒരു നിക്കാഹ് നടക്കുന്നുണ്ടെങ്കിൽ അത് ബാത്തിലാണ്, ആ കല്യാണം ശരിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീയുടെ അനുവാദം ചോദിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ പെണ്ണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിനെ കാണുക പോലും ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞു ലാ തുൻഖുൽ അയ്യിമ ഹത്താ തുസ്തമറ, പ്രത്യേകിച്ചും വിധവകളെയാണ് കല്യാണം കഴിക്കപ്പെടുന്നതെങ്കിൽ അവരോട് അവിടെ കാര്യങ്ങൾ പൂർണ്ണമായ സമ്മതം വാക്കാൽ തന്നെ നിങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് തന്നെ വിധവകളായ ആളുകളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. അവരുടെ സ്വന്തം മനസ്സംതൃപ്തിയോടുകൂടിയല്ലാതെ കല്യാണം കഴിപ്പിക്കരുതെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ കന്യകയാണെങ്കിൽ, വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെങ്കിൽ അവിടെ അനുവാദം ചോദിക്കണം. എങ്ങനെയാണ് അവരുടെ അനുവാദം എന്താണ് പ്രവാചകൻ പറയുന്നത്? തസ്കുത്ത്, അവർ മിണ്ടാതിരിക്കലാണ്. നിന്റെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ മൗനം സമ്മതത്തിലാണ് അവിടെ അസമ്മതമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, വിവാഹരംഗത്ത്, വിവാഹം എന്നുള്ളത് ഇസ്ലാമിൽ ആദ്യകാലം മുതലേ മനുഷ്യരുടെ കാലം മുതലൊക്കെ ഉള്ളതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ വിവാഹങ്ങളുണ്ടായിരുന്നു. ആ വിവാഹങ്ങളിലെ അനാചാരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയും അത് നിങ്ങൾക്ക് പാടില്ലെന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹറില്ലാത്ത കല്യാണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മഹർ ഇല്ലാത്ത കല്യാണം ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാകുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കുക. പ്രവാചകൻ പറഞ്ഞു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ശിഗാർ, ശിഗാറിനെ പ്രവാചകൻ വിലക്കി. എന്താ ശിഗാർ എന്ന് പറഞ്ഞാൽ? യുസവ്വിജൽ റജുൽ ഇബ്നതഹു, ഒരു മനുഷ്യന്റെ പെൺകുട്ടി ഇയാൾ കെട്ടുക, ഇയാളുടെ കുട്ടി അയാൾക്കും കെട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് തമ്മിൽ മഹർ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പരസ്പരം കുടുംബത്തിൽപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മഹർ ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് വേറെ രൂപത്തിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ആങ്ങളെ നമ്മളെ മോനെ കൊണ്ട് ഓളെ കെട്ടിപ്പിക്കുക, ഓളെ പിന്നെ ഇതിൽ നിന്ന് നമ്മൾ കെട്ടിപ്പിക്കുക. കാരണം എന്താ? രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീധനം കൊടുക്കണ്ട. അങ്ങനെ വിവാഹം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ സ്ത്രീധനം എന്ന നിയത്തിലും അതുപോലെ തന്നെ സ്ത്രീധനം എന്ന ഷർത്തിലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല. നേരെ മറിച്ച് മഹർ ഉണ്ടെങ്കിൽ നിക്കാഹ് ശരിയാകും. അതുപോലെ തന്നെ ആ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, ഹറാമായ സമ്പ്രദായം വിവാഹത്തിൽ ഒരിക്കലും നമ്മൾ കടത്തിക്കൊണ്ടുവരാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് അവധി വെച്ചുകൊണ്ടുള്ള കല്യാണം. അവധി കൊണ്ടുള്ള ചില എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുത്തഅ കല്യാണം, അത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. 1 മാസത്തെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ 15 ദിവസത്തെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാലയളവിലേക്ക് മാത്രം ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. ഇവിടെ ഈ നിക്കാഹ്, ഈ ഒരു സമ്പ്രദായം
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ വളരെ വ്യാപകമായ രീതിയായിരുന്നു ഇസ്ലാമിലെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. വഅന്നല്ലാഹു ഹറമ ദാലിക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശിയാക്കൾ അത് വ്യാപകമാണ്. അത് മുത്തഅ കല്യാണം എന്ന് പറഞ്ഞാൽ മറ്റു കല്യാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഈ കല്യാണത്തിലൂടെ ബാധ്യതകൾ ഉണ്ടാവില്ല, അമ്മോശൻ ഉണ്ടാവില്ല, അമ്മായിമ്മ ഉണ്ടാവില്ല. ഇവളൊരു ഒരു എന്താ പറയുക, ഒരു വ്യഭിചാരിണിയായിക്കൊണ്ട് മാത്രം, ഒരു കൂലിത്തൊഴിലാളിയായി മാത്രം ആ പെണ്ണിനെ കാണുന്ന രൂപത്തിലാണ് ആ വിവാഹം ഉണ്ടാകുക. മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, കെട്ടുബന്ധങ്ങൾ ഉണ്ടാവില്ല, ഈ പെണ്ണിന് അനന്തരാവകാശം ഉണ്ടാവില്ല. അത് ഒരു പാണും പെണ്ണും മുത്തഅ വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ സ്വത്ത് ഭാര്യയ്ക്കുണ്ടാവില്ല, ഭാര്യന്റെ സ്വത്ത് ഭർത്താവിനുണ്ടാവില്ല. ഇതൊക്കെയാണ് മുത്തഅ കല്യാണത്തിന്റെ ഇസ്ലാമിൽ വിലക്കിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ അനന്തരാവകാശം ഉണ്ടാവില്ല. ഇനി മാത്രമല്ല, എത്ര അവധിക്കാണ് കല്യാണം കഴിച്ചതെങ്കിൽ ആ അവധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണം ഇല്ലാതെയായി പോകുന്ന, അത് പിന്നീട് തുറത്തി കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുള്ള കല്യാണമാണ് മുത്തഅ വിവാഹം. ആ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിൽ വിലക്കിയിട്ടുള്ള കല്യാണമാണ്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതിൽ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഖൈബർ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ 3 ദിവസം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ദീർഘമായ യാത്ര ഉള്ളതുകൊണ്ട് അത് അനുവദിച്ചു കൊടുത്തിരുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി കൊണ്ട് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു ചില കല്യാണങ്ങളാണ് പ്രേമവിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ. അഥവാ ആണും പെണ്ണും പരസ്പരം പ്രേമിച്ച് അവസാനം കുടുംബത്തിന്റെ മുഴുവൻ വെറുപ്പുകളും പിതാവിന്റെയും മക്കളുടെയും പിതാവിന്റെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും എല്ലാം വെറുപ്പുകൾ സമ്പാദിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഭർത്താവിനെ കണ്ടെത്തുക. അങ്ങനെ കുടുംബങ്ങൾക്ക് ഇടപെടാനുള്ളൊരു അവസരമില്ലാത്ത കല്യാണം, അങ്ങനെ പ്രേമവിവാഹങ്ങൾ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചതിൽ മാത്രമല്ല ആ കല്യാണങ്ങൾക്ക് ഒരിക്കലും ബർക്കത്തുണ്ടാകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മതയും പ്രവാചകന്റെ സ്വഭാവവും മഹിമയും എല്ലാം കണ്ട ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരനായി കിട്ടാൻ ആഗ്രഹമുണ്ട്. എന്താ ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത്? ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് നേരെ ചെല്ലില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തത് തന്റെ പിതാവിന്റെ സഹോദരനായ അംർ ഇബ്നു അബ്ദുള്ളയെ വിവരമറിയിച്ചു. അഥവാ കുടുംബത്തിലെ തന്റെ കാരണവരായ തന്റെ രക്ഷാധികാരിയായ അംർ ഇബ്നു അബ്ദുള്ളയെ വിവരം അറിയിക്കുകയും അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം റസൂലുള്ളാഹിന്റെ രക്ഷാധികാരിയായിട്ടുള്ള അബൂ താലിബിന്റെ അടുക്കിലേക്ക് അന്വേഷിച്ച് ചെല്ലുകയും ചെയ്തു. അങ്ങനെ അബ്ദുല്ലാഹിബിൻ അംറും അബൂ താലിബും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിൽ വിവാഹം അന്വേഷിക്കുന്നതും വിവാഹത്തിൽ ചർച്ച നടത്തുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഒരു വിവാഹം കഴിക്കുന്നതും. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പലപ്പോഴും എന്താ വെച്ചാൽ, ഇവിടെ എവിടെന്നെങ്കിലും കണ്ട ഏതെങ്കിലും ആളുകൾ ഉണ്ടാകും, എവിടെന്നെങ്കിലും അവളോട് ചിരിച്ചപ്പോൾ അവർക്ക് എന്താ പറയുക, ആശ തോന്നി. അങ്ങനെ അവസാനം അത് കുടുംബത്തിൽ ചർച്ചയായി, വാപ്പ വേണ്ടാന്ന് പറഞ്ഞു, ആങ്ങളാര് വേണ്ടാന്ന് പറഞ്ഞു, അമ്മമാര് വേണ്ടാന്ന് പറഞ്ഞു, ആര് വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് അവനെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് അവസാനം അവർ കല്യാണം കഴിച്ചു തരുന്നത് നമ്മൾ രജിസ്റ്റർ മാരേജ് നടത്തി അവസാനം ബാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീര് കുടിപ്പിച്ച് എത്ര പെൺകുട്ടികളാണ് മുസ്ലിം സമുദായത്തിലുള്ളത്. സഹോദരന്മാർ, ഇതൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അവന്റെ ദീനോ അനുവദിച്ചു തന്നതേയല്ല. മാത്രവുമല്ല, അത്തരം കല്യാണങ്ങൾക്ക് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകില്ല. ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചല്ലോ, സുപ്രീം കോടതിയിൽ വരുന്ന വിവാഹമോചന കേസുകളിൽ 98% കേസുകളും പ്രേമവിവാഹങ്ങളാണ്. അതാണ് കുടുംബത്തിന്റെ അന്വേഷണവും കുടുംബത്തിന്റെ ഇടപെടലുമില്ലാതെ ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവൾ അവന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിൽ അപകടങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു പെണ്ണിന് സ്വന്തം കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം നിബന്ധന വെച്ചത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണിന് ഇടപെടാൻ പറ്റുന്ന മേഖലകളിൽ ഒരുപാട് പരിധിയോടുകൂടി മാത്രമേ പെണ്ണിന് ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പെണ്ണിനൊരു വലിയ വേണം, ആണിന് വലിയ വേണ്ടല്ലോ. ആണിനെ സംബന്ധിച്ചതും ഭർത്താവിനെ സംബന്ധിച്ചതും വലിയന്റെ ആവശ്യമില്ല, ഭർത്താവ് തന്നെയാണ് അവന്റെ സ്വന്തം കാര്യം നോക്കേണ്ടത്. പക്ഷെ പെണ്ണ് അങ്ങനല്ല. വലൈസദ്ദക്കുറുക്കല്ലുൻസ, ആണിനെ പോലെയല്ല പെണ്ണ് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിവാഹങ്ങളിലേക്ക് പോകുന്ന യുവതികളായ സ്ത്രീകൾ, അതുപോലെ തന്നെ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു അപകടത്തിലേക്ക് ചാടരുത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കണ്ടെത്തി തന്നൊരു പുരുഷൻ അത് ഇസ്ലാമികമായിക്കൂടെ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തവരാണെങ്കിൽ അത് തുറന്നു പറയാവുന്നതാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാപ്പ കൊണ്ടുവന്ന കല്യാണം നിർബന്ധമായിക്കൊണ്ട് സ്വീകരിക്കണം, ഇത് ഇസ്ലാമിൽ യാതൊരു നിബന്ധനയില്ല. ആ പെണ്ണിന്റെ 100% സമ്മതത്തോടു മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലുള്ള ഹറാമായ കല്യാണം എന്ന് പറഞ്ഞാൽ ചടങ്ങിന് നിൽക്കുന്ന കല്യാണമുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് നിന്ന് എനിക്കൊരു ഫോൺ കോൾ, അതാണ് ഞാൻ വിഷയം ഖുതുബയിൽ പ്രത്യേകം പരാമർശിക്കാൻ തന്നെ കാരണം.
എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചടങ്ങ് നിൽക്കുന്ന കല്യാണങ്ങൾ ഇപ്പോഴും വ്യാപകമല്ലെങ്കിലും നടക്കുന്നുണ്ട്. എന്താ ചടങ്ങ് നിൽക്കുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് എന്നെ ആ 3 ചൊല്ലി എന്ന് പറയും, അന്നെ 3 ചൊല്ലി 3 തുപ്പി എന്ന് പറയും. പിന്നെയാണ് അയാൾക്ക് അന്തം വരിക, കുട്ടികളെ കാര്യം പിന്നീട് അന്വേഷിക്കുക. കുറച്ചവനെ 3 കുട്ടികളുണ്ടല്ലോ, 4 കുട്ടികളുണ്ടല്ലോ, ഇനിയിപ്പോൾ പിന്നെ കുട്ടികളായി വീടായി ജോലിയൊക്കെ വേറെയായി, പിന്നെ പക്ഷേ അവളെ തൊലാക്ക് ചെല്ലും ചെയ്തു. ഇനി എന്താ ചെയ്യുക? ഇനി അവളെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു മറ്റൊരാൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കുകയും അവരുമായിക്കൊണ്ട് ശാരീരിക ബന്ധം ഉണ്ടാകുകയും പിന്നീട് സ്വാഭാവികമായിക്കൊണ്ടും ആ പെണ്ണിനെ അയാൾ ഒഴിവാക്കുകയും പിന്നീട് ആ പെണ്ണിന്റെ ഇദ്ദ കഴിയുകയും ചെയ്താൽ ഇയാളെ സംബന്ധിച്ച് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് ഇസ്ലാമിലുള്ള നിയമമാണ്. പക്ഷെ ഇസ്ലാമിൽ ഇങ്ങനെയല്ല നിയമമുള്ളത്. ഇസ്ലാമിൽ സ്വാഭാവികമായിക്കൊണ്ടൊരു മനുഷ്യൻ 3 തലാക്ക് കഴിഞ്ഞു നോട്ടിക്കൊടി. 3 തലാക്ക് എങ്ങനെ ചെല്ലല്? അത് പിന്നീട് വിശദമായി പറയാം. ഞാൻ സൂചനകൾ മാത്രമേ പറയാം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ദേഷ്യം വന്നാൽ അതിനെ 3 തുപ്പി എന്ന് പറഞ്ഞാൽ 3 തലാക്ക് പോകൂല. അത് ഇസ്ലാമിൽ വളരെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഷാഫിഈ മദ്ഹബിൽ ഞാൻ നിന്നെ 3 തലാക്കും ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ 3 തലാക്കും പോകുന്നാണ് ഷാഫിഈ മദ്ഹബിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അന്നെ 3 തലാക്കും പോയി. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഇനി കാട്ടേണ്ടത് എന്താണെന്ന് ഉസ്താദന്മാർ പറഞ്ഞുതരും. അതെന്താണ്? ഒരാളെ കണ്ടെത്തുക, അയാൾക്ക് വേണ്ടി ഒരു രാത്രിക്ക് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കുക. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിബന്ധന എന്താണ്? പിറ്റേന്ന് തലാക്കല്ലണം. കാര്യം എന്തിനാണ് ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഈ ആദ്യത്തെ ഭർത്താവിന് ഈ പെണ്ണിന് 2ാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ നിബന്ധന എന്താണ്? ആ പെണ്ണിനെ നാളെ നീ തലാക്ക് ചെല്ലണം. അങ്ങനെ ഒരു കല്യാണമല്ല സഹോദരന്മാരെ. ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടും അന്ധമായ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ടുമാണ്. ഈ അടുത്ത സമയത്താണ് ഈ പ്രദേശത്ത് നിന്ന് ഒരാൾ എന്നെ ഫോൺ ചെയ്ത് അവിടെ കുടുംബത്തിൽ നിന്നുള്ള സംഭവം വിശദീകരിച്ചത്. ഇത് വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനും വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? അത്തൊലാഖു മറത്താനി. തൊലാഖ് എന്ന് 2 തവണയായിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. 2 തവണയായിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് തൊലാഖ് എന്ന് പറഞ്ഞത്. പെണ്ണിനെ അവിടെ ശുദ്ധി കാലഘട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഇല്ലാത്ത അവസ്ഥയിലാണ് തൊലാഖ് ചെല്ലേണ്ടത്. അപ്പോഴേ തൊലാഖ് സഹിയന്നാകുള്ളൂ. അല്ല, ദേഷ്യം വരുമ്പോഴത്തേക്ക് തൊലാഖ് ചെല്ലിയിട്ടുണ്ടെങ്കിൽ ആ തൊലാഖ് ശരിയല്ല. സാധാരണ ഒരു ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ ശാരീരിക ബന്ധം നടന്നതിന് ശേഷമാണ് ആ മനുഷ്യൻ തൊലാഖ് ചെല്ലുന്നെങ്കിൽ ആ തൊലാഖ് ശരിയല്ല. ആ തൊലാഖിന് ഇസ്ലാമിൽ സംഭവിക്കൂല. പക്ഷെ അതൊക്കെ ആർക്കാ മനസ്സിലാക്കിയിട്ടുള്ളത്? ആ 3 ചൊല്ലി എന്ന് പറഞ്ഞ് പറഞ്ഞേക്കും അവസാനം ഈ ഒരു കുതന്ത്രത്തിന് വേണ്ടി സമൂഹത്തിന് ഇങ്ങനെ തെണ്ടി നടക്കുകയും അതുപോലെ തന്നെ അതിന് ഫത്വ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ നടക്കുകയും അതിന് ഫത്വ കൊടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ തൊലാക്ക് ചെയ്യേണ്ട കൃത്യമായ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ട്. അങ്ങനെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 2 പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം ആ ഇദ്ദയിലുമാണെങ്കിൽ അയാൾക്ക് തിരിച്ചെടുക്കാം. ഇനി 3 പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ അയാൾക്ക് തിരിച്ചെടുക്കില്ല. അള്ളാഹ് പറഞ്ഞു വൈൻ തല്ലഖഹ, 3ാമത്തെ തലാക്ക് ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു, അതിനുശേഷം ആ പെണ്ണിനെ അയാൾക്ക് അനുവദനീയമല്ല ഹത്താ തൻകിഹ സൗജൻ ഗൈറ, മറ്റൊരാൾ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നവരെ. മറ്റൊരാൾ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് തല്ലഖ റജുലുൻ ഇംറഅതു സലാസൻ, അയാൾ 3 ഘട്ടമായിക്കൊണ്ട് ആ പെണ്ണിനെ തലാക്ക് ചൊല്ലിയിട്ട് ഫസവ്വജഹ റജുലുൻ സുമ്മ തല്ലഖ ഖബല യദ്ഖുല ബിഹാ, വേറെ ആൾ ആ പെണ്ണിനെ സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചിട്ട് അയാൾ തൊലാക്കില്ല. അപ്പൊ അയാൾ തൊലാക്ക് ചെല്ലുന്നതിന് മുമ്പ് അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല. ഇതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ ഈ ആദ്യത്തെ ഭർത്താവ് റസൂലുള്ളാഹിന്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റില്ല. കാരണം അവർ തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കൽ അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യം. എന്തുകൊണ്ട് ഈ തൊലാക്ക് കൊണ്ട് കളിക്കാതിരിക്കാൻ, ദേഷ്യം വരുമ്പോതിരിക്കാൻ എന്നെ 3 ചൊല്ലി 3 തുപ്പി എന്ന് പറഞ്ഞ് അവസാനം കുടുംബം വഴിയാധാരമാക്കാൻ ഇസ്ലാം നിശ്ചയിച്ച അള്ളാഹുവിന്റെ ദീനുള്ള കാര്യമാണ്. പക്ഷെ ഈ ദീനിന്റെ നിയമങ്ങളെ ഈ എന്തെങ്കിലും യുക്തി കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് ആരെ? അൽ മുഹല്ലില, ചടങ്ങിന് നിൽക്കുന്ന ആളുകളെ. ചടങ്ങിന് നിൽക്കുന്ന ആൾ, അതാ കല്യാണം കഴിക്കാൻ ആയിക്കോട്ടെ, എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം, നാളെ ഞാൻ തലാക്കി ചെല്ലിക്കോളാം എന്ന് പറയുന്ന ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഈ ചെങ്ങായിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. വൽ മുഹല്ലില ലഹു, ആർക്ക് വേണ്ടിയാണോ ഇവൻ ചടങ്ങ് നിൽക്കുന്നത് അവനെയും അഥവാ അവിടെ ആദ്യത്തെ ഭർത്താവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാ. അള്ളാഹിന്റെ ലഅനത്ത മനുഷ്യനുണ്ടാവുന്ന. നമ്മൾ ആലോചിക്കണം, ഈ അള്ളാഹിന്റെ ലഅനത്തുള്ള പ്രവർത്തനത്തിനാണ് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാര് ഫത്വ കൊടുക്കുന്നത്. എത്ര സങ്കടകരമായ കാര്യമാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅനത്ത് ചെയ്തിട്ടുള്ള കാര്യം. ഇനിയോ ഞാൻ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്താ തൊലാഖ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ കാന തൊലാഖു അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ബക്കർ വസനതൈൻ മിൻ ഖിലാഫത്തി ഉമറിൻ തലാഖ സലാസ വാഹിദത്തൻ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിൽ ആദ്യത്തെ 2 വർഷവും 3 വട്ടം ഒരാൾ തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാലും ഒറ്റന്നേ ആകുള്ളൂ. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിൽ തിരുത്താൻ കാരണം എന്താ അറിയോ? ആളുകൾ ഇങ്ങനെ തൊലാഖ് കൊണ്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ഭരണ നടപടി എന്ന നിലക്ക് അതിനവിടെ പരിധി വെച്ചതാണ്. പക്ഷെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം ഉഖ്ബിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റജുലൻ തല്ലഖ ഇംറഅതഹു സലാസൻ തത്ലീഖാതൻ ജമിയൻ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരാൾ അറിവില്ലായ്മ കൊണ്ട് അന്നെ 3 ചൊല്ലി എന്ന് പറഞ്ഞിങ്ങനെ നടന്നു, അല്ലെങ്കിൽ 3 ചൊല്ലി ഒറ്റയടിക്ക് 3 തലാഖും ചൊല്ലി എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഫഖാമ ഗദ്ബാൻ, ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു എന്നാ. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയുൽ അബു ബി കിതാബില്ലാഹി തആല വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹിന്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണോ? അഥവാ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ എന്ന് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉമ്മുർഖാന അബൂ റുഖാന എന്ന് പറയുന്ന സഹാബി ഉമ്മുർഖാന റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇതുപോലത്തെ 3 ചൊല്ലി എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു റാജ ഇംറതക്, നീ നിന്റെ പെണ്ണിനെ തിരിച്ചെടുക്കണം. അപ്പോൾ ആ സഹാബി പറഞ്ഞു ഇന്നി തല്ലഖ്തുഹാ സലാസൻ, നബി ഞാൻ അവിടെ ഒറ്റയടിക്കന്നെ 3 ചൊല്ലിയിട്ടുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞു ലഖദ് അലിംതു, അത് എനിക്കറിയാം, തിരിച്ചെടുക്ക്. ഫഇന്നഹാ വാഹിദ, അതൊറ്റ തലാഖേ ആയിട്ടുള്ളൂ, നീ അവിടെ തിരിച്ചെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് ഇത്രയും പ്രവാചകന്റെ ഹദീസുകൾ ഉണ്ടായിട്ട് ഒരു മദ്ഹബിൽ ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മദ്ഹബിന്റെ അഭിപ്രായങ്ങളെ മാത്രം മാനിച്ച് ഹദീസുകളൊക്കെ ഒഴിവാക്കി ഈ ഒരു ചടങ്ങ് നിൽക്കുക എന്ന് പറയുന്നത് തനിച്ച ഹറാം. നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്കി, ഹലാല സെന്ററുകളുണ്ട്. അവിടെ ഹലാല സെന്റർ ഇതുപോലെ 3 തലാഖും ഒപ്പം ചെല്ലിയ ആളുകൾക്ക് ആ പെണ്ണിന് ഇവനെ ഹലാലാക്കി കൊടുക്കുന്ന ഹലാല സെന്റർ, വ്യഭിചാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന മുത്ത മനുഷ്യന്മാരുള്ള സെന്റർ ഉത്തരേന്ത്യയിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഇതൊക്കെ ദീനിന്റെ പേരിൽ നടക്കുന്ന പച്ചയായ വ്യഭിചാരമാണ്. പച്ചയായ വ്യഭിചാരം ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നിത് പറയാൻ കാരണം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ വരെ ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാർ ഇതിനൊക്കെ അനുകൂലമായിക്കൊണ്ട് ഫത്വയും കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ട്. ഇസ്ലാമിലുള്ളത് എന്ന് പറഞ്ഞാൽ 3 തലാഖ് കഴിഞ്ഞിട്ട് അവസാനം ആ പെണ്ണിനെ വേറെ ആൾ സ്വാഭാവികമായിട്ട് കല്യാണം ഇവന്റെ പ്രേരണ കൊണ്ട് കല്യാണം കഴിക്കില്ല. ഇനി ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു ഭർത്താവ് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മറ്റൊരാളെ ഒരു പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെണ്ണിന്റെ ഭർത്താവാണ് അയാള്. പിന്നെ അയാളോട് എങ്ങനെ ഇസ്ലാമിക നിയമപ്രകാരം തലാഖിന് നിർബന്ധിക്കുക? എന്റെ പെണ്ണുങ്ങളുടെ തലാഖില്ലെന്ന് പറയാൻ നമുക്ക് പറയാൻ അധികാരമുണ്ടോ? അവന്റെ ഭാര്യയായി കഴിഞ്ഞൊരു ആ മനുഷ്യനോട് നീ നിന്റെ ഭാര്യയെ തലാഖ് ചെല്ലണം, എന്നിട്ട് എനിക്ക് അവളെ കെട്ടണം എന്ന് പറയാൻ ഇസ്ലാമികമായിക്കൊണ്ടൊരു ഒരു നിയമവും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇനി മാത്രമല്ല ദിവസം നിശ്ചയിച്ച് അല്ലെങ്കിൽ അവധി നിശ്ചയിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിയും ഇസ്ലാമില്ല. അതൊക്കെ സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏർപ്പാടുകളാണ്. ഇതൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇസ്ലാമിൽ ഉള്ളതുപോലെ ചെയ്താൽ ആർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇസ്ലാമിന്റെ നിയമങ്ങളെ ഏതെങ്കിലും മദ്ഹബിന്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂട്ടിമാട്ടുകയോ അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഇസ്ലാമിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ദീന ഇല്ലാ ഗലബഹു, ദീൻ ആരെങ്കിലും കുടുസാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുടുസ് അവനക്ക് ഉണ്ടാവും. ആ ദീൻ അവൻ അതിജയിക്കും. വേറെ ദീൻ അവൻ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദീനിന്റെ കാര്യങ്ങൾ ഉള്ളതുപോലെ രൂപത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹം കഴിക്കുമ്പോൾ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിലുള്ള കുഫു വളരെ പ്രധാനമാണ്. കുഫു എന്ന് പറഞ്ഞാൽ ദീന് കൊണ്ട് മാത്രമല്ല, ദീന് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നോക്കണം. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും അതുപോലെ തന്നെ അവിടെ സമൂഹത്തിലുള്ള സ്ഥാനവും ഇതൊക്കെ നോക്കുന്നതുകൊണ്ട് ഇസ്ലാം വിലക്കുന്ന കാര്യമില്ല. ഒരു പക്ഷേ അത് നോക്കാതിരുന്നാൽ പിന്നീട് ചിലപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രയാസം ഉണ്ടാകും. അപ്പോൾ നമുക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കൊടുത്ത കല്യാണമാണ് സെയ്ദ് റളിയല്ലാഹുവിൻ്റെയും സൈനബ് റളിയല്ലാഹുവിൻ്റെയും കല്യാണം. സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഒരു മൗലയാണ്, അഥവാ മോചിതനായ അടിമയാണ്. അതേസമയത്ത് സൈനബ് ആകട്ടെ ഖുറൈശിയായ നല്ല തറവാടിത്തമുള്ള നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. സ്വാഭാവികമായിട്ടും സൈനബ് റളിയല്ലാഹുവിന് ആദ്യം തന്നെ കല്യാണത്തിൽ മാനസികമായ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനെ
പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സെയ്ദ് റളിയല്ലാഹുവിന് അവരുടെ കല്യാണത്തിന് വേണ്ടി പ്രേരണ നൽകിയത്. കാരണം സെയ്ദ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ വളർത്തുപുത്രനായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇഷ്ടം റസൂലുള്ളാഹിക്കുണ്ട്. പക്ഷെ എന്തായി? സ്വാഭാവികമായിട്ടും ഒരു മോചിതനായ അടിമയും ഒരു വലിയ തറവാടിത്തമുള്ള പെണ്ണും തമ്മിലുള്ള മാനസികമായ പൊരുത്തത്തിന്റെ പ്രശ്നം കൊണ്ട് പ്രവാചകൻ നടത്തിക്കൊടുത്ത കല്യാണമായിരുന്നിട്ട് പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ദീന് ഏറ്റവും പ്രധാനമായി നോക്കണം. അതേ സമയത്ത് ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും കുടുംബത്തിന്റെ സാമൂഹിക സ്ഥാനങ്ങളൊക്കെ നോക്കുന്ന ഇസ്ലാം വിരോധിച്ചിട്ടൊന്നുമില്ല. ഫാത്തിമത്ത് ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവിടെ ഭർത്താവ് മരിച്ച സന്ദർഭത്തിൽ 3 ആളുകൾ ആ ഫാത്തിമ റളിയല്ലാഹുവിനെ വിവാഹം അന്വേഷിച്ചു വന്നു എന്നാ. അത് 3 ആളുകൾ, ഒരാൾ വിവാഹം അന്വേഷിച്ച് കാര്യങ്ങൾ അറിയാതെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ അടുത്ത് വിവരം എത്തി. ആരൊക്കെ? അബൂജഹം, മുആവിയ റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു. അവ ഫാത്തിമത്ത് ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. നബി, ഇന്നെ 3 ആളുകൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂജഹം, നീ അബൂജഹമിനെ കല്യാണം കഴിക്കണ്ട. കാരണം ഫഇന്നഹു ദർറാബുൽ നിസാ, അവൻ സ്ത്രീകളെ ധാരാളമായി കൊണ്ട് അടിക്കാറുണ്ട്, സ്ത്രീകളെ അടിക്കുന്ന പ്രതികളുള്ള ഒരാളാണ്, അതുകൊണ്ട് അവരെ കല്യാണം കഴിക്കണ്ട. അമ്മ മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹു ആകട്ടെ ഫസഅലൂഖുൻ ലാ മാലലു, അദ്ദേഹം വളരെ ഫഖീറാണ്, പരമദരിദ്രനാണ്. അതേസമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖുറൈശിയാണ്, കുറച്ച് സമ്പത്തുള്ള സ്ത്രീയാണ്, അപ്പൊ പരമദരിദ്രയാണ്. അതുകൊണ്ട് അവരല്ലേ കല്യാണം കഴിക്കും. ഇൻകിഹി ഉസാമ, നിങ്ങൾ ഉസാമയെ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ അദ്ദേഹത്തിന്റെ ബുലൂൽ മറാമിലേക്ക് ബാബുൽ കിഫാത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദീനാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ആ പെണ്ണിന്റെയും ആണിന്റെയും ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള പൊരുത്തം കൂടി ഏറ്റവും പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫഖീറായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നോ അല്ലെങ്കിൽ അതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും അവർ മാനസികമായി കൊണ്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ വഴിക്ക് വെച്ചുകൊണ്ട് അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ ധാരാളമായി കൂടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഫു നോക്കുക എന്നുള്ളത് ഇത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. ഇനി ഇതേപോലെ തന്നെ ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളോട് ഒരാളെ സംബന്ധിച്ച് വിവാഹം അന്വേഷണം വന്നാൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കല്യാണം മുടക്കികൾ എന്ന് പറഞ്ഞൊരു വിവാഹം ഉണ്ടാവും. എന്ത് കല്യാണം വന്നാലും അത് മുടക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ വിരോധമല്ല. അതായത് ഒരു കല്യാണം ഒരു പുരുഷനെ സംബന്ധിച്ച് അന്വേഷിച്ച് ആ മനുഷ്യന്റെ ഐബ് നമുക്കറിയുമെങ്കിൽ അത് പറയാം, അത് ഗീബത്തല്ല, അത് പറയണമെന്നാണ്. കാരണം ഇതൊരു വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറാണ്. ആ കരാറ് തമ്മിൽ അവസാനം പൊട്ടിപ്പോയി കുടുംബം തന്നെ അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ ഐബി ഒരു കാര്യം അത്ര പ്രശ്നമൊന്നുമില്ല, മറിച്ച് ശരിയായി പോകുമെന്നുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല. നേരെ മറിച്ച് കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ചില വിവാഹ മുടക്കുകളുണ്ട്, അതും ഇസ്ലാമിക ശരിയായ രീതിയല്ല. നേരെ മറിച്ച് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുന്ന ഇതുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ചില പൊതുവെ കണ്ടുവരുന്ന സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു പണ്ട് കാലങ്ങളിൽ ഇപ്പം അതൊക്കെ കുറച്ചൊക്കെ സമൂഹത്തിൽ എടുത്തു പോയിട്ടുണ്ട്. അഥവാ ഒസാമാരെന്ന് പറയുന്ന ഈ ഭാഗം, അതുപോലെ തന്നെ ഖബർ കുഴിക്കുന്ന ഈ ഭാഗം, ഇവരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതി, അതൊന്നും ഇസ്ലാമിൽ അങ്ങനത്തെ ജാതിയും സമ്പ്രദായം മേൽജാതിയും കീഴ്ജാതിയും ഒന്നുമല്ലോ. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ വലിയ ഉയർന്ന ജാതിക്കാർ, ബാക്കിയുള്ളവർക്ക് കീഴ്ജാതിക്കാർ, അങ്ങൊന്നും ഇസ്ലാമിൽ ജാതി സമ്പ്രദായമല്ല. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു തങ്ങൾ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്, ഒരു തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആണാണ്, അവർ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഇസ്ലാമിൽ വിരോധമൊന്നുമില്ല. പക്ഷെ തങ്ങളിൽ നിന്ന് തങ്ങന്മാരിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. മറ്റേന്ന് കല്യാണം കഴിച്ചാൽ നമ്മുടെ സ്റ്റാറ്റസിന് കുറവാണ്, അതില്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു ഗഡ്സിന് കുറവാണ് എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. അത് ഒരു വശത്ത്. ഈ രണ്ടാമത്തെ വശത്ത് ചിലപ്പോൾ പെൺകുട്ടികളുടെ ട്രെൻഡ് എന്നാ ചോദിച്ചാൽ, നല്ല അധികം ശമ്പളം ഉണ്ടാവും, പക്ഷെ നല്ല ഇൻഷേർട്ടും അതുപോലെ തന്നെ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഓനെ കല്യാണം കഴിക്കാൻ പറ്റും. അവൻ്റെ ദീന് നോക്കണില്ല, മറ്റൊന്നുമില്ല. നീ സാധാരണ ഇപ്പോൾ ഈ അടുത്തിനാട് പറഞ്ഞ് നാടൻ പണിക്ക് പോകണ ആൺകുട്ടിക്ക് ഇപ്പോൾ പെണ്ണ് കിട്ടണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എന്താ വെച്ചാൽ, അധ്വാനിച്ച് ജീവിക്കുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൺകുട്ടിക്ക് പെണ്ണിട്ടില്ല. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡാണ്. ഒരിക്കെന്ന് പറഞ്ഞാൽ മേത്ത് ചിലയാകാത്ത, അതുപോലെ തന്നെ ഡ്രസ്സിലൊന്നും ചിലയാകാത്ത പുതിയ പിള്ളേരാണ് ഇഷ്ടം. സഹോദരിമാർ, ഇതൊന്നും ഇസ്ലാമികമായിക്കൊണ്ട് ഇതൊന്നും എത്ര കാലം മേത്ത് ചിലയാകാൻ നടക്കും? അതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ദീനിയായ കുഫാണ് ഏറ്റവും ഒക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ തന്നെ അവിടെ മാനസികവും കുടുംബപരവുമായിട്ടുള്ള ആ ഒരു നിലപാടും കൂടി യോജിക്കുമ്പോഴാണ് വിവാഹം പൂർണ്ണമായിക്കൊണ്ട് ശരിയാകുക. അപ്പം നിങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഫിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? സഫിയ റളിയല്ലാഹു അൻഹ
ഖൈബർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയായിരുന്നു. അങ്ങനെ ദിഹിയത്തുൽ കൽബിയുടെ ഓഹരിയിലാണ് സഫിയ റളിയല്ലാഹു അൻഹ വന്നത്. കാരണം അടിമ സ്ത്രീകളെ സ്വത്ത് ഓരിവെക്കും. അങ്ങനെ ദിഹിയത്തുൽ കൽബിയുടെ ഓഹരിയിലാണ് സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹ ആ ഖൈബറിലെ അവിടുത്തെ ജൂതന്മാരുടെ നേതാവിന്റെ, അവിടുത്തെ രാജാവിന്റെ മോളാണ്, രാജാവിന്റെ പുത്രിയാണ് അവർ. അപ്പൊ സഹാബത്ത് പറഞ്ഞു, നബിയെ, ദിഹിയത്തിനൊരിക്കലും സഫിയ റളിയല്ലാഹു അൻഹ യോജിക്കൂല, അവളെ യോജിക്കൽ നിങ്ങൾക്കാണ്, സഹാബത്തിന്റെ നിർദ്ദേശമാണ്. നബി അവരെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ട് വിവാഹം കഴിക്കാൻ പോയിട്ടില്ല. അങ്ങനെ സഹാബത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഫിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കണമെന്ന് അന്വേഷണം നടത്തി. കാരണം അവർക്കറിയാം അവർ തമ്മിൽ മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കൂല എന്നുണ്ട്. അപ്പൊ ഇത് ഇസ്ലാമിൽ ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ പേരിൽ നമ്മൾ ദീന് ഒരിക്കലും രണ്ടാം ഭാഗത്തേക്ക് നിർത്തരുത് എന്ന് മാത്രമേ ആവശ്യത്തെ സൂചിപ്പിക്കാൻ ഇൻഷാല്ലാഹ് ബാക്കി കാര്യം പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗം മൂലം കടബാധ്യത മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ഏറ്റവും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു അറുതി വരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على